ഇറങ്ങിയിട്ടാണ് ഞാൻ വന്നത്. ഓണായിട്ടില്ലെങ്കിൽ പോയിട്ട് തിരക്കണ്ട, ഞാൻ വരാം. കുറച്ചടുത്തുന്നേ ആ ആ ഒന്ന് കിസ് ചെയ്ത് റൊമാൻറ്റിക് ആയിട്ട് ആ കൊടുക്ക് അങ്ങനെ. ചേട്ടാ ഒരു മിനിറ്റ് അടാ പറഞ്ഞടാ. എൻ്റെ അളിയ 10 പൈസ എടുക്കാനില്ല. വന്നോ? മനുഷ്യൻ സാറിന്ന് സർക്കിറ്റ് ഒന്നും പോയില്ലാവോ? കമ്മിറ്റി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കമ്മിറ്റി കഴിഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാ. അല്ല, ഇന്ന് പണിക്കാരൊന്നും വന്നില്ല ഇതുവരെ, ആർക്കൊന്നും അറിയണില്ലേ? പട്ടി നീ എവിടെയാ? കല്യാണത്തിന് ഇനി 4 ദിവസോടെ ഉള്ളൂ. ഞാൻ ജീവിക്കുകയാണെ നിന്റെ ഒപ്പം മാത്രമേ ജീവിക്കുള്ളൂ. വേറൊരുത്തിനെ കെട്ടുന്നൊന്നും നീ പ്രതീക്ഷിക്കണ്ട. ചാവാനൊന്നും പോകുന്നില്ല, നേരെ നിന്റെ വീട്ടിലേക്ക് കയറി ഇങ്ങോട്ട് വരും. പിന്നെ എന്താ നടക്കുന്നതെന്ന് നിനക്കറിയാലോ. എനിക്കൊന്നും കേക്കണ്ട, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ പറ്റൂ. നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ ഇല്ലയോ? ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ, പറയാ ഞാൻ. നിന്നെ കൊണ്ടൊന്നും പന്നിന്റെ പൊടി പോലും തട്ടാൻ പറ്റില്ല. പിന്നെയാണ് തോറ്റു വന്നല്ലേ, എല്ലാവർക്കും ഒരു സർവത്ര കേട്ടെ. 1 2 3 4 5 6 7 ചേട്ടാ 3.5 അല്ല 3 സർബത്ത്. നീ എന്താടാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? നീ എന്നെ വിളിച്ചിരുന്നാ? എപ്പോ? ഓ, നീയായിരുന്നോ? പിന്നെ നീ ആരാന്നാ വിചാരിച്ചേ? അതവിടെ നിൽക്കട്ടെ, നിന്റെ കല്യാണമായല്ലേ? നീ എന്നോടൊന്നും പറഞ്ഞില്ല. ഒന്നുമില്ല, 4-5 കൊല്ലത്തെ ബന്ധമല്ലേ നമ്മൾ തമ്മിൽ. അതുകൊണ്ടാ നോക്കിക്കോ, വേണ്ടി വന്ന് നിന്റെ കല്യാണം ഞാൻ മുടക്കും. ആ പോയി മുടക്ക്, കോഴിക്ക് നട്ടലുണ്ടെന്നൊന്ന് അറിയണമല്ലോ. ജയ്സിന്റെ പെങ്ങളല്ലേ ഇത്? ആ കൂടെ ഉള്ളതാരടാ? ആ നെൽപത്ര പന്തിയല്ലോ. വാടാ ബാബാ. എങ്ങോട്ടാ പെങ്ങളെ ബാഗൊക്കെ ആയിട്ട്? ഇവനാരാ? അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? കല്യാണം മുടക്കാൻ നീ ആരടാ? അത് ചോദിക്കാൻ നീ ഏതാടാ? ചേട്ടാ, ഇവിടെ പ്രശ്നമൊന്നുമില്ല, നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. മാറി നീ. എടാ 4-5 കൊല്ലത്തെ ബന്ധമുണ്ടാ ഞാനും അവളും തമ്മിൽ അല്ലേ? വേണ്ടി വന്ന കല്യാണവും മുടക്കും, നമ്മൾ ഒളിച്ചോടുകയും ചെയ്യും. പക്ഷെ നിന്റെ സദാചാരം ഉണ്ടല്ലോ, അത് ഞാൻ വെച്ച് ഉറപ്പിക്കൂല. കൈ ചൂട്ടണ്ട, ദേഹത്തോളണ്ട. നിനക്ക് എന്നെ അറിഞ്ഞൂടാ, ദേഹത്തോളല്ലേ പറഞ്ഞു. ജയ്സ, നിന്റെ പെങ്ങളെ ഒളിച്ചോടാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. കയ്യില് ബാഗൊക്കെ ഉണ്ട്. ഈ സ്നേഹ എന്തോടെ അവിടെ എന്തോടി?
എടാ ഷിജോ. നിനക്ക് പിന്നെ അറിയോ? ആ എന്റെ ഫ്രണ്ടാ. ശബാഷ്. എടാ ജിൻ്റെപ്പ എന്താടാ ശരിക്കും സംഭവിച്ചത്? ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാ മതിയാ. തലയ്ക്ക് വല്ലാത്ത മൂളല്. സംഭവം എന്താന്ന് വെച്ചാ ഗോവയ്ക്ക് വിടാനായിരുന്നു പ്ലാൻ. എന്നിട്ട് അവിടുന്ന് രണ്ടുപേരും മലേഷ്യ വഴി സിംഗപ്പൂര്. മോനെ പെണ്ണ് റോമൻ കാത്തലിക് അല്ലേ? പെണ്ണ് കന്യാസ്ത്രീ അല്ലോ. എന്റെ മെമ്മി, ഇതാണ് ഇവിടുത്തെ വിഷയം. കമോൺ. എടാ ഇതൊക്കെ ഉള്ളതാണോ? കണ്ട 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 അതേന്ന്. എന്താടാ ഇച്ചായ ഡാ, നീ ആരുടെ ദേഹത്തെ കൈവച്ചെന്ന് വല്ല പിടിയണ്ട. ബാസ്റ്റിന്റെ അനിയനെ. ഏത് ബ്ലേഡ് ബാസ്റ്റിന്റെ? അല്ല പിന്നെ, വെട്ടുകുത്ത്, കൊള്ളപ്പലിശ, ഇതൊന്നുമില്ലാത്തൊരു ദിവസം പോലും ഇല്ലാത്തവന്മാരാ. ആ ബ്ലേഡ് ബാസ്റ്റ് എന്ന് പറഞ്ഞവനുണ്ടല്ലോ, തൃശ്ശൂർ റൗണ്ടിൽ പട്ടാ പകലൊരുത്തനെ വെട്ടിക്കൊന്ന കേസ് ഇപ്പോഴും നടക്കുക. തനി കാട്ടുപോത്ത്. അതെ, നിങ്ങൾ ആരും ഇത് ഇടപെടണ്ട. എനിക്കറിയാം അങ്ങനെ തീർക്കണം. കണ്ട 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 എന്നിട്ട് അവന്റെ തണ്ട് കണ്ട. ദേ, ആ കുടുംബത്തിലേക്ക് നമ്മുടെ പെങ്കൊച്ചിനെ എങ്ങാനും കെട്ടിച്ചു വിട്ടാ പിന്നെ നമ്മളെല്ലാവരും കൂടെ വിഷം കഴിച്ചേച്ചങ്ങ് ചത്താ മതി. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. 10 തീരുമാനേ. ഇതാരാ? ഇതളിയം പറഞ്ഞ മറ്റേ പ്ലീസ് ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. അല്ല, ഞാനിപ്പോ ഇവിടെ എന്തിനു വന്ന? ജെയ്സൺ ആളറിയാതെ പറ്റിപ്പോയത്. ജെയ്സൺ അവയില്ല ഇവിടെ, വിളിച്ചിറങ്ങാവനെ. ഞാൻ പറഞ്ഞല്ലോ, ജെയ്സൺ ആളറിയാതെ പറ്റിപ്പോയതാ. ക്ഷമിക്കണം. പറഞ്ഞൂടെ, അവന് പറ്റിപ്പോയതാ. പറ്റിപ്പോയതാ? ചുമ്മായിരുന്ന ചെറുക്കൻ്റെ മൂത്രസഞ്ചി ഇടിച്ച് പൊട്ടിച്ചതാണ് അവന് പറ്റിപ്പോയത്. അവൻ നിങ്ങളുടെ മൂത്രസഞ്ചി ഇടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാ? ഈ കുടുംബത്തിൽ ആരെങ്കിലും മൂത്രസഞ്ചിയിൽ അവൻ കൈവച്ചിട്ടുണ്ടാ? അപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങളൊക്കെ സേഫാണ്. എന്റെ ചെറുക്കനെ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് മൂത്രസഞ്ചി വഴിവളക്കണം പിടിച്ചോണ്ടിരിക്കാണ്. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റല്ല. വിളിച്ചിറക്ക്, ജെയ്സനെ വിളിച്ചിറക്ക്. ഞാനടാ ജെയ്സൺ. എന്താ കാര്യം? ഹലോ ചായ, ആളിവിടെ ഉണ്ട്.